പിടിച്ചോണ്ടുപോയി ഷമുവേട്ടന്റെ ആൾക്കാരെന്നാ തോന്നുന്നത്. വട്ടപ്പാലം വഴിയാ പോയിരിക്കണേ. വണ്ടിയുടെ നമ്പർ ഇതാ. ചേട്ടാ, നിങ്ങൾ എവിടെ എത്തി? സ്ഥലം ഭാരതപ്പുഴ കഴിഞ്ഞു. വാ. അശോക ഓടിപ്പോയത് മനഃപൂർവ്വമല്ല. അങ്ങനെ ഒരവസ്ഥയിൽ സംഭവിച്ചു പോയതാ. പൊറുക്കണം. പൊറുക്കാനോ? അടിക്കരുത്. കുറ്റം അമ്മൂന്റെ അല്ല, എന്റെയാ. ഇവിടെ വാ. അശോക പറ്റിപ്പോയതാ. അശോകേട്ടൻ അതിന് അമ്മൂനൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ പത്രിയായിട്ട് ഏൽപ്പിച്ചില്ലേ? അശോക വേണ്ട. അശോക അശോക എന്തറിഞ്ഞിട്ട് അച്ഛനെ ഇയാളിങ്ങനെ തല്ലിക്കൊല്ലുന്നേ? ഇയാൾ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ആ കുട്ടി ഇന്ന് ട്രെയിനിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവളെ കാണാൻ ഇയാൾ പോയേ. അല്ലാണ്ട് അച്ഛനും ഏട്ടനും കരുതുന്ന പോലെ ഒരു തെറ്റും ജ്യേഷ്ഠൻ ചെയ്തിട്ടില്ല, ചെയ്യില്ല. ആ കുട്ടി സ്റ്റേഷനിലെ പെണ്ണെ കാത്തു നിൽക്കണ്ടാവും. ഇനിയും വൈകിയ പിന്നെ അത് ഞാൻ പോയിക്കോട്ടെ അശോകേട്ട. അച്ഛാ പ്ലീസ്, അയാള് പറയുന്നൊക്കെ സത്യമാ. അയാളെ വിട്ടേക്ക് പ്ലീസ്. അച്ഛാ ജയകൃഷ്ണൻ പൊയ്ക്കോളൂ. അമ്മ ഞാൻ പോകും. കുട്ടി ആ നിമിഷം മുതൽ പിന്നെ അങ്ങോട്ട് മരണത്തെക്കുറിച്ച് മാത്രമാവും ചിന്തിച്ചിട്ടുണ്ടാവുക. മോന്റെ പപ്പ ഏറെ വൈകിയാണെങ്കിലും സ്റ്റേഷനിൽ ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അന്ന് അത് തന്നെ സംഭവിച്ചിട്ടുണ്ടാകുമായിരുന്നു.
മോൻ എന്തെടുക്കായിരുന്നു? ഞാൻ പഠിക്കായിരുന്നു. ഓക്കെ, സ്റ്റേഷൻ എത്താറായി. മോൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. പപ്പയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, അടുത്ത ക്യാബിനിലുണ്ട്. പപ്പ, പപ്പയ്ക്ക് മമ്മിയോട് എന്തോരം സ്നേഹം ഉണ്ടായിരുന്നു. മോനെന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? പപ്പയുടെ ജീവനായിരുന്നില്ലേ മോന്റെ മമ്മി? മരണത്തോടടുക്കുമ്പോഴും അത് മറച്ചു വെച്ച് പപ്പയെ പഠിപ്പിച്ച് വലിയ ആളാക്കി. പിന്നെ മോനെയും പപ്പയ്ക്ക് തന്നിട്ടല്ലേ മോന്റെ മമ്മി പോയത്. മമ്മിക്കും പപ്പയെ ജീവനായിരുന്നു. ഒരിക്കലും പുന്നൂർ കടവിലേക്ക് വരരുതെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ നിർബന്ധിച്ചുകൊണ്ടാ പപ്പ ഇങ്ങോട്ട് വരാൻ സമ്മതിച്ച്. താങ്ക് യു പപ്പ. ഏയ്